നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. 1 കൊരിന്ത്യർ 1-ന്റെ 18-ാമത്തെ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം കൂടി വായിക്കട്ടെ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാമത്തെ വാക്യം. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അടിയൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണമേ. കേൾവിക്കാരായിട്ടുള്ള ഈ മക്കളെ വാഴ്ത്തണമേ. കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച ഞങ്ങൾ ശുശ്രൂഷയിൽ പങ്കെടുത്ത ശേഷം ഈ ഒരു വർഷകാലം നീ ഞങ്ങളെ അവിടുന്ന് പോറ്റിപ്പുലർത്തി. ഞങ്ങളോടൊപ്പം ആരാധനയിൽ പങ്കെടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, സഹോദരങ്ങൾ, ഞങ്ങളുടെ ഇടവാംഗങ്ങൾ, ഞങ്ങളുടെ രക്തബന്ധത്തിലുള്ളവർ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ കുമ്പിടുവാനും ദേവാലയത്തിൽ ശുശ്രൂഷയെ സംബന്ധിപ്പാനും വചനം കേൾക്കുവാനും ആരോഗ്യവും ആയുസ്സും തന്നതിനായി സ്തുതിക്കുന്നു. ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ സമശിഷ്ടങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ മാതാപിതാക്കൾ വിദേശത്ത് വളരെ പ്രയാസകരമായ സാഹചര്യങ്ങളിൽ കഴിയുന്നു. കർത്താവെ, പ്രിയ മക്കളെ അവിടുന്ന് കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയല്ലാതെ ജീവിതത്തിൽ ഒന്നും സമർപ്പിക്കാനായിട്ടുള്ളല്ലോ. യുദ്ധത്തിന് ശാന്തി നൽകുവാൻ അധികാരികൾക്ക് വേണ്ട ബുദ്ധിയും സൽബോധവും അവിടുന്ന് നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ നൽവരം നിന്റെ മക്കളുടെ ജീവിതത്തിൽ നൽകണമേ. മനുഷ്യ മൂല്യങ്ങൾക്ക് വിരുദ്ധമായി നടത്തപ്പെടുന്നതൊന്നും ഒരു പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നില്ല എന്ന് ഞങ്ങൾ ഓർക്കുന്നതുകൊണ്ട് സ്തുതിക്കുന്നു. അധികാരികളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ഫലിക്കണമെങ്കിൽ മനുഷ്യമൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതായിരിക്കാൻ ഇടവരണമേ. യുദ്ധത്തിന് ശാന്തി നൽകണമേ. യുദ്ധമുഖാന്തരം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നു, ഇന്ധനക്ഷാമം ഉണ്ടായിരിക്കുന്നു, അതുപോലെ തന്നെ ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നു. കർത്താവേ, ഇതിനൊക്കെ ഒരു ശാന്തിയും സമാധാനവും നൽകണമേ. ഞങ്ങളുടെ സമശിഷ്ടങ്ങൾ ഭീതിയിലും പ്രയാസത്തിലും മുറികളിൽ കഴിയുമ്പോൾ, ആരാധനയ്ക്ക് പോകുവാൻ നിവൃത്തിയില്ലാത്തവരായി കഴിയുമ്പോൾ, ഞങ്ങൾക്ക് ഇതുപോലെ ഒരു കൂടിയൊരവ് ഇളമ്പൽ പള്ളിയിൽ അവിടുന്ന് സമ്മാനിച്ചതുകൊണ്ട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. ഇന്ന് നമ്മൾ 2 വേദഭാഗങ്ങളാണ് വായിച്ചത്. ഒന്ന്, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. രണ്ടാമത് വായിച്ച വാക്യം, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ആദ്യത്തെ ഭാഗം, ക്രൂശ് മുഖാന്തരം കുറച്ചാളുകൾ രക്ഷപ്പെടുകയും കുറച്ചാളുകൾ നശിച്ചു പോവുകയും ചെയ്യും. മോശ മരുഭൂമിയിൽ പിച്ചുള്ള സർപ്പത്തെ ഉയർത്തിയപ്പോൾ പിച്ചുള്ള സർപ്പത്തെ നോക്കിയവർ രക്ഷപ്പെടുകയും നോക്കാതെ ധിക്കരിച്ചു പോയവർ മരുഭൂമിയിൽ തന്നെ പട്ടുപോവുകയും ചെയ്തു. ഒരു യഹൂദൻ എന്ന നിലയിൽ എല്ലാ രീതിയിലും ഉന്നതമായ അവകാശങ്ങൾ പുലർത്തുവാൻ കഴിയുന്ന ഒരു മനുഷ്യനായിരുന്നു പൗലോസ്. ബെന്യാമിൻ ഗോത്രക്കാരൻ, യഹൂദന്മാരിൽ നിന്ന് ജനിച്ച യഹൂദൻ, ഏറ്റവും ഉന്നതനായിട്ടുള്ള ജാതി മതസ്ഥൻ, വിദ്യാസമ്പന്നരായ മനുഷ്യൻ, ന്യായപ്രമാണം സംബന്ധിച്ച് എരിവുള്ള മനുഷ്യൻ, ഇങ്ങനെ ലോകത്തിൽ പ്രശംസിപ്പാൻ കഴിയുന്നത് എല്ലാം, ജഡത്തിൽ പ്രശംസിപ്പാൻ കഴിയുന്ന എല്ലാം ഉണ്ടായിരുന്ന ഉന്നതനായ ഒരു മനുഷ്യനായിരുന്നു അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്. എന്നാൽ തൻ്റെ പേര് ശൗലിൽ നിന്ന് മാറി പൗലോസിലേക്ക് രൂപാന്തരം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ പുതു സൃഷ്ടിയായിട്ട് മാറി. അപ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുകയാണ്, ഇതൊന്നും എനിക്ക് ശാശ്വതമല്ല, ഇതെല്ലാം ചപ്പും ചവറുമാണ്. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് എന്ന് പറയുക. ക്രൂശ് ജീവിതത്തിൻ്റെ പ്രത്യാശയാണ്. ഈ ശുശ്രൂഷയുടെ ആരംഭ സമയത്ത് കുമ്പിടുന്നതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. നമ്മുടെ 8 ശരീരഭാഗങ്ങളാണ് ദൈവത്തിൻ്റെ പാദപീഠമായ ഭൂമിയിൽ തൊടുന്നത്. നമ്മുടെ ബുദ്ധിയുടെ പ്രതീകമായിട്ടുള്ള
തിരുനെറ്റി, നമ്മുടെ മൂക്ക്, ജീവൻ്റെ പ്രതീകമായിട്ടുള്ള മൂക്ക്, നമ്മുടെ പ്രവൃത്തികളുടെ പ്രതീകമായിട്ടുള്ള കൈകൾ, നമ്മുടെ നടപ്പിൻ്റെ പ്രതീകമായിട്ടുള്ള കാലുകൾ, ഇവയെല്ലാം, അതുപോലെ തന്നെ നമ്മുടെ ശക്തിയുടെ പ്രതീകമായിട്ടുള്ള മുട്ടുകൾ, കാൽമുട്ടുകൾ, ഇവയെല്ലാം ദൈവത്തിന് ഞാൻ സമർപ്പിക്കുകയാണ്. ആരാധന എന്ന് പറയുന്നത് നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും ദൈവത്തിന് സമർപ്പിക്കുന്ന സമർപ്പണത്തിൻ്റെ ഒരനുഭവമാണ്. കർത്താവെ, എന്നെ എടുത്ത് ഉപയോഗിക്കണമേ, എന്നെ അവിടുന്ന് ശക്തീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയുടെ പ്രതീകമായിട്ടാണ് ആരാധനയിൽ നമ്മൾ സമ്മതിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ കുരിശ് ജീവിതത്തിൽ ഏറ്റവും പ്രശംസനീയമായ ഒന്നാണ്. ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു മൂല്യമുള്ള ഒരു വസ്തുവാണ് കുരിശ്. അതിനേക്കാളും വലിയ ഒരു വസ്തു ലോകത്തിൽ ഇല്ല. എന്തുകൊണ്ട് കുരിശ് അനുഗ്രഹമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുവാനിരിക്കുന്നത്. ക്രൂശ് ജീവിതത്തിൻ്റെ പ്രത്യാശയാണ്. നമ്മൾ മരണസമയത്ത് മനുഷ്യമായിട്ടുള്ള സങ്കടവും വേദനയും നമുക്ക് ഉണ്ട് എങ്കിലും നമ്മൾ നിത്യമായി വിലപിച്ച് ഇരിക്കുന്നില്ല. ഈ പള്ളിയിലിരിക്കുന്ന പല ആളുകളും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടെങ്കിൽ ഒരു കാലത്ത് ഏതെങ്കിലും സമയത്ത് ഇത് വിലപിച്ചവരാണ്. എന്നാൽ ഇപ്പോൾ ആ വിലാപം നിലനിൽക്കുന്നില്ല. ആ വിലാപം എന്തോ ആയിട്ട് മാറി? സന്തോഷമായി മാറി, പ്രത്യാശയായിട്ട് മാറി എന്നുള്ളത് പ്രത്യേകം നാം ഓർക്കണം. വിലാപം പ്രത്യാശയായിട്ട് മാറി, വിലാപം സന്തോഷമായി മാറി, വിലാപം ഹോപ്പായിട്ട് മാറി, വിലാപം ജീവിതത്തിൻ്റെ ഒരു പുതിയ അനുഭവമായി മാറി. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് മരണം എന്ന് പറയുന്നതും കർത്താവിൻ്റെ മരണം എന്ന് പറയുന്നതും ഉയർപ്പ് എന്ന് പറയുന്നതും ഏറ്റവും വലിയ പ്രത്യാശ സംഭവമാണ്. അതിനപ്പുറമായി പ്രത്യാശയുള്ള ഒരു സംഭവമില്ല. അതുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം വരുമ്പോൾ മാനുഷ്യമായ അല്പനേരത്തേക്ക് നാം സങ്കടപ്പെട്ടുവെങ്കിലും ഞൊടി നേരത്തേക്കുള്ള ലഘുസങ്കടം നാം അനുഭവിക്കുന്നുവെങ്കിലും ഒരു വലിയ മരണത്തിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ, ആശ്രയിക്കുമ്പോൾ നമ്മുടെ ആ ലഘുസങ്കടം മാറിപ്പോകുന്നുവെന്ന് ഞാൻ ഓർപ്പിച്ചത്. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് എന്തുവാണെന്നറിയാമോ? ഗുഡ് ഫ്രൈഡേ. എന്നാൽ മലയാളത്തിലോ ദുഃഖ വെള്ളിയാഴ്ച. കേട്ടിട്ടില്ലേ? ദുഃഖ വെള്ളിയാഴ്ച. ഈ ദുഃഖ വെള്ളിയാഴ്ച ഇംഗ്ലീഷിൽ എന്താണ് വിളിക്കുന്നത്? ഗുഡ് ഫ്രൈഡേ ആയി മാറി. എങ്ങനെ ദുഃഖ വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ ആയി മാറി? സങ്കീർത്തനം 1:1 നമ്മൾ വായിക്കുമ്പോൾ അവിടെ തുടങ്ങുന്നത് കേൾക്കാൻ കൊള്ളാത്തൊരു പദത്തോടെയാണ്. എന്താണ് ആ പദം? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അതാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ കേൾക്കാൻ കൊള്ളാത്തൊരു പദമാണ്. എന്നാൽ ഇംഗ്ലീഷിൽ ആ പദം, ഇംഗ്ലീഷിൽ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചാൽ എങ്ങനെ അത് തുടങ്ങുന്നതെന്ന് അറിയാമോ? ബ്ലസ്ഡ് എന്നൊരു പദം ആണ് ഉപയോഗിക്കുന്നത്. ബ്ലസ്ഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അനുഗ്രഹം എന്നുള്ളതാണ്. മലയാളത്തിൽ കേൾക്കാൻ കൊള്ളാത്ത ഒരു പദത്തോടെയാണ് ആരംഭിക്കുന്നതെങ്കിൽ ബ്ലസ്ഡ് എന്ന പദത്തോടെയാണ് ഇംഗ്ലീഷിൽ അത് ആരംഭിക്കുന്നത്. മലയാളത്തിൽ കേൾക്കാൻ കൊള്ളാത്ത ഒരു പദത്തോടെയാണ് ദുഃഖ വെള്ളിയാഴ്ച എന്നുള്ളൊരു പദം നിലനിൽക്കുന്നതെങ്കിൽ ഇംഗ്ലീഷിൽ അതിനെ ദുഃഖം എന്നുള്ളതല്ല, പിന്നെ എന്താണത്? ഗുഡ് ഫ്രൈഡേ ആയിട്ട് മാറി, നല്ല വെള്ളിയാഴ്ച ആയിട്ട് മാറി, ദുഃഖം അനുഗ്രഹമായി മാറി. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പിതാവിൽ അനുഗ്രഹം മാത്രമേ ഉള്ളൂ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, എൻ്റെ പിതാവിനാൽ ശപിക്കപ്പെട്ടവരെ എന്ന് പറയുന്നില്ല. കാരണം എന്താണ്? എൻ്റെ പിതാവിൽ അനുഗ്രഹം മാത്രമേ ഉള്ളൂ. എൻ്റെ പിതാവിൽ അനുഗ്രഹം മാത്രമേ ഉള്ളൂ. സ്പർജൻ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ പറയുന്നത്, ബൈബിൾ ഈസ് എ ബുക്ക് ഓഫ് ബിയാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബെനഡിക്ഷൻ. വേദപുസ്തകം എന്ന് പറയുന്നത് സ്തുതികളുടെയും ആശീർവാദങ്ങളുടെയും പുസ്തകമാണ്. അത് അനുഗ്രഹത്തിൻ്റെ പുസ്തകമാണ്. എനിക്കും നിങ്ങൾക്കും അനുഗ്രഹം നൽകുകയാണ്. ഈ ദുഃഖ വെള്ളിയാഴ്ച അനുഗ്രഹത്തിൻ്റെ വെള്ളിയാഴ്ചയായി എങ്ങനെ മാറി? അത് സന്തോഷത്തിൻ്റെ വെള്ളിയാഴ്ചയായി എങ്ങനെ മാറി? അത് നല്ല വെള്ളിയാഴ്ചയായിട്ട് എങ്ങനെ മാറി എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർക്കണം. ശാപം അനുഗ്രഹമായി മാറി. ക്രൂശ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് മുൻപ് അത് നിന്ദയുടെയും ശാപത്തിൻ്റെയും അടയാളമായിരുന്നു. കുരിശ് എന്നുള്ള വാക്ക് ആരും ഉച്ചരിക്കുകയില്ല. കുരിശ് മരണം ആരും കാണുകയില്ല. കുരിശിൽ മരിക്കുവാൻ ആരും താല്പര്യപ്പെടുകയില്ല. കാരണം അത് ലോകത്തിൽ നിന്നേറ്റതുകൊണ്ട് ശാപം എന്തായിട്ട് മാറി? അനുഗ്രഹമായിട്ട് മാറി. ലോകത്തിൽ ആദിമ നൂറ്റാണ്ടിൽ കുരിശ് ഒരു വധോപകരണമായി ഉപയോഗിച്ചത് കാർത്തേജ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഗ്രീക്ക് സിസ്റ്റേഴ്സിൽ കാർത്തേജ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു വധോപകരണമായി കുരിശിനെ ഉപയോഗിച്ചത്. 10,000 ലക്ഷക്കണക്കിന് ആളുകൾ കുരിശിൽ
തൂക്കി കൊല്ലപ്പെട്ടിട്ടുണ്ട്. റോമൻ ഗവൺമെൻറ് തലവെട്ടിയാണ് ആളുകളെ കൊന്നത്. എബ്രായക്കാർ കല്ലെറിഞ്ഞാണ് കൊന്നത്. എന്നാൽ അങ്ങനെ കൊല്ലപ്പെടുന്ന ആളുകളെ ഒന്നുകൂടെ ശാപഗ്രസ്തമാക്കുവാൻ വേണ്ടി പിന്നെ കുരിശിൽ കൂടി തൂക്കും. കാരണം മരണപ്പെടുന്ന ആളുകളെ ഒന്നുകൂടി ശാപഗ്രസ്തമാക്കുവാൻ വേണ്ടി കുരിശിൽ തറച്ചു കൊല്ലും. അപമാനം അഭിമാനമായി മാറി. ക്രിസ്ത്യാനിക്ക് അപമാനം അഭിമാനമായി മാറി. ഒരിക്കലും ഒരു റോമൻ പൗരൻ ക്രൂശിക്കപ്പെട്ടില്ല. ഇന്ന് അതുകൊണ്ട് കർത്താവ് മരണത്തെ അതിജീവിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റപ്പോൾ ഈ കുരിശിന് ജീവൻ വെച്ചു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഓർപ്പിച്ചത്, ക്രൂശ് ജീവിതത്തിൻ്റെ പ്രത്യാശയാണ്. ഇന്ന് ക്രൂശ് നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അടയാളമാണ്. പള്ളി കൂദാശ നടത്തുന്ന സമയത്ത് മെത്രാപ്പൊലീത്ത തിരുമേനി ആദ്യം പ്രാർത്ഥിച്ച് വാഴ്ത്തി വയ്ക്കുന്നത് എന്താണെന്നറിയാമോ? കുരിശാണ്. മധുവായിൽ ആദ്യം കുരിശാണ് വാഴ്ത്തി വയ്ക്കുന്നത്. നമ്മുടെ റൂഷ്മ എന്താണ്? കുരിശാണ്, അല്ലേ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ റൂഷ്മ കുരിശാണ്. അതുപോലെ തന്നെ കൂദാശകളിൽ നിർണായകമായ സ്ഥാനം വഹിക്കുന്ന ഒരു വസ്തുവാണ് കുരിശ്. കല്യാണത്തിന് അച്ഛന്മാരുടെ കയ്യിൽ, കാർമികൻ്റെ കയ്യിൽ ഒരു മാല കൊണ്ടുവരുമ്പോൾ അച്ഛൻ നോക്കുന്നത് ആ മാലയുടെ നീളമോ അതിൻ്റെ വിലയോ അല്ല, പിന്നെ എന്താണ്? അതിൻ്റെ അറ്റത്ത് കുരിശുണ്ടോ എന്നാണ് നോക്കുന്നത്. കാരണം എന്താണ്? ആ കൂദാശയുടെ കിരീടം, ആ കിരീടം വാഴുവിൻ്റെ പ്രധാന അടയാളം എന്ന് പറയുന്നത് ഈ കുരിശാണ്. കുരിശിനാൽ കൊടുത്തൻ ശ്രീധനവും, അതാണ് നമ്മൾ പാടുന്നത്. കുരിശ് നമ്മുടെ അഭിമാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും അടയാളമായി മാറി. നമ്മുടെ വിശുദ്ധ മധുവായിൽ തിരുമേനി കുരിശ് വാഴ്ത്തി വയ്ക്കുമ്പോൾ അതോടൊപ്പം തന്നെ ആ കൂദാശ സമയത്ത് ഒരു പലക അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ല, അസിസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നവർ കണ്ടിട്ടുണ്ട്, അച്ഛന്മാർ കണ്ടിട്ടുണ്ട്. ആദ്യ കുർബാനയ്ക്ക് ഇവിടെ കുഞ്ഞുങ്ങൾ വന്നപ്പോൾ അവർക്ക് 7 ക്ലാസ്സുകൾ ഞാൻ എടുത്തു. 2 മണിക്കൂർ ഇതുള്ള 14 ക്ലാസ്സുകൾ എടുത്തു. 14 മണിക്കൂർ ക്ലാസ് എടുത്തു. ആ ക്ലാസ്സിൻ്റെ അവസാന ദിവസം ഇതിൻ്റെ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കളെ ഞാൻ പരിചയപ്പെടുത്തി. ആ കൂട്ടത്തിൽ തബലിത്ത പലക അവരെ കാണിച്ചു. ആ പലകയിൽ കുരിശിൻ്റെ അടയാളം വരച്ച് തിരുമേനി അതിൽ ഒപ്പിട്ടിട്ടുണ്ട്. അത് കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും വെക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു പലകയാണ്. യാഗം കത്തിക്കുവാൻ വിറക് ഉപയോഗിച്ചു. അതുകൊണ്ട് യാഗം കത്തിക്കുവാൻ വിറക് ഉപയോഗിച്ചതിൻ്റെ പ്രതീകമായി കാൽവരി ക്രൂശിൽ കർത്താവ് ആ മരക്കുരിശിൽ തൂങ്ങി നമുക്ക് ജീവൻ നൽകിയതുകൊണ്ട് അതിൻ്റെ പ്രതീകമായിട്ടാണ്, ആ യാഗത്തിൻ്റെ പ്രതീകമായിട്ടാണ്, ആ തടിയുടെ പ്രതീകമായിട്ടാണ് അപ്പവീഞ്ഞുകൾ ഈ ഗോൽഗോഥായിൽ, ഈ സാമ്പിളായിട്ടുള്ള ഗോൽഗോഥായിൽ അപ്പവീഞ്ഞുകൾ വയ്ക്കാൻ വേണ്ടി ഈ പലക വയ്ക്കുന്നത്. കണ്ടുണ്ടോ? അപ്പോൾ ആ തബലിത്ത പലകയുടെ മുകളിലാണ് കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും വെക്കുന്നത്. അതുകൊണ്ട് കുരിശ് നമ്മളെല്ലാവരെയും സംബന്ധിച്ച് സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയുമാണ് എന്ന് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. ഇന്ന് കുരിശ് ഒരു ദൈവശക്തിയാണ്, ഇതൊരു ഹീലിംഗ് ആണ്. ഇന്ന് ദുഃഖവെള്ളിയാഴ്ച സാധാരണ പള്ളിയിൽ വരുന്ന എല്ലാവരും വരും. എന്നാൽ ഒരിക്കലും പള്ളി വരാത്ത ആളുകളും ദുഃഖവെള്ളിയാഴ്ച വരും. കാരണം എന്താണ്? അവർക്ക് വീട്ടിലിരിക്കുവാൻ തോന്നുകയില്ല. അവരെ വീട്ടിൽ നിന്ന് അവരെ ദൈവത്തിൻ്റെ വിളി ഇന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് ദേവാലയത്തിൽ നിന്ന് ആളുകൊള്ളാതെ, ആളുകൾക്ക് ഇരിക്കുവാൻ സ്ഥലമില്ലാതെ ധാരാളം ആളുകൾ വരും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. കർത്താവിൻ്റെ കുരിശ് എന്ന് പറയുന്നത് ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. നിങ്ങൾ തീർത്ഥാടന കേന്ദ്രത്തിൽ പോയിട്ടുണ്ടോ? ഉണ്ടോ? തീർത്ഥാടന കേന്ദ്രത്തിൽ പോയവരൊന്ന് കൈയുയർത്തി. ആരും കൈയുയർത്തത്തില്ല. നിങ്ങൾ പള്ളികളിൽ പോയിട്ടില്ലേ? വെട്ടുകാട് പള്ളിയിൽ പോയിട്ടില്ലേ? യൂദാശ്ലീഹായുടെ പള്ളിയിൽ പോയിട്ടില്ലേ? പരിമല പോയിട്ടുണ്ടോ? മണർകാട് പോയിട്ടുണ്ടോ? മാരാമണ്ണ് പോകുന്നില്ലേ? ഇതെല്ലാം ആളുകൾ അവരുടെ മനസ്സിൽ തീർത്ഥാടന കേന്ദ്രമായി ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ്. എൻ്റെ ഭാരങ്ങളെ ഒന്ന് ഇറക്കി വയ്ക്കുവാൻ എവിടെ സാധിക്കും? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങളെ സമാധാനപ്പെടുത്താം. മനുഷ്യൻ എവിടെ നിന്ന് സമാധാനം ലഭിക്കുമെന്ന് വിചാരിച്ച് തീർത്ഥാടന കേന്ദ്രത്തിൽ പോയിരിക്കുക. ഇന്ന് ഈ ദുഃഖവെള്ളിയാഴ്ചയെ, ഇന്നത്തെ ശുശ്രൂഷ ഒരു തീർത്ഥാടന കേന്ദ്രമായി കാണുന്ന ചിലരെങ്കിലും കണ്ടേക്കാം, തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കുവാൻ. കാരണം ഞാനിവിടെ വായിച്ചപ്പോഴും ഈ പ്രാർത്ഥന ഉരുവിട്ടപ്പോഴും ചില കണ്ഠങ്ങളിൽ നിന്നെങ്കിലും സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും ശബ്ദമേറുന്നു. അങ്ങനെയുള്ളവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ആരും മരണ വീട്ടിലിരിക്കുന്ന പോലെ വേദനിച്ച് പ്രയാസപ്പെട്ട് കരഞ്ഞു ഇരിക്കേണ്ട കാര്യമില്ല. കാരണം വിലാപം എന്തായിട്ട് മാറി? സന്തോഷമായി മാറി. എൻ പേർക്കേശു
മരിച്ചെന്നു ഞാൻ പാപമെന്നിൽ നീന്നു നീക്കാൻ രക്തം ചിന്തി പാപമെന്നിൽ കുരിശ് ഒരു സമാധാനത്തിൻ്റെയും വിജയത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ചിഹ്നമായി മാറ്റി എന്ന് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. പിന്നീട് ഞാൻ പറഞ്ഞത് കുരിശ് ഈ ശുശ്രൂഷ എന്ന് പറയുന്നത്, കുരിശിൻ്റെ ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. വിശ്വാസിക്ക് അഭയം പ്രാപിപ്പാൻ കഴിയുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇതൊരു രോഗസൗഖ്യത്തിൻ്റെ അടയാളമാണ്. ഞാൻ ഒരു പള്ളിയിൽ വിദേശത്ത് ശുശ്രൂഷ ചെയ്തപ്പോൾ ഒരമ്മ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു അച്ഛാ, ഇന്ന് ഞാൻ വളരെ ഭാരത്തോടെയാണ് ദേവാലയത്തിൽ വന്നത്. എന്നാൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് വളരെ സമാധാനത്തോടെയാണ്. കാരണം അച്ഛൻ്റെ ആ പ്രസംഗം ഞാൻ കേട്ടപ്പോൾ ഞാൻ മുഴുവൻ സമയവും ഞാൻ ആരോടും നോക്കാതെ എൻ്റെ ജീവിതത്തിലെ പ്രയാസകരമായ അനുഭവങ്ങൾ ദൈവസന്നിധിയിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എവിടെയെല്ലാം പ്രവർത്തിക്കും എന്നുള്ളത് ചിന്തിപ്പാനായിട്ട് ഇടവന്നു. അതുകൊണ്ട് ഈ കുരിശ് എന്ന് പറയുന്നത് ഒരു ഹീലിങ്ങിൻ്റെ, രോഗസൗഖ്യത്തിൻ്റെ അടയാളമാണ്. ഇത് പ്രത്യാശ പ്രസംഗിക്കുന്ന ഒരനുഭവമാണ്. ദുഃഖത്തിൻ്റെ പ്രസംഗമല്ല, പിന്നെയോ പ്രത്യാശ പ്രസംഗിക്കുന്ന പ്രസംഗമാണ്. നമ്മുടെ ഹോപ്പ് നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത്. ഇന്ന് ആത്മഹത്യകളുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായിട്ടുള്ള ആത്മഹത്യകളും കുടുംബ ആത്മഹത്യകളും ഇന്ന് വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പത്രങ്ങളെടുത്ത് നോക്കിയാൽ അവരുടെ എണ്ണം, അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഹോപ്പ് നഷ്ടപ്പെട്ടു പോയി. ഒന്നുകിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, അല്ലെങ്കിൽ സമ്പത്തുണ്ടെങ്കിലും കുടുംബ പ്രശ്നങ്ങളാകാം, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വന്നിരിക്കുന്ന വിള്ളലുകളാകാം, മക്കളുമായിട്ടുള്ള വിള്ളലുകളാകാം, അല്ലെങ്കിൽ ബന്ധങ്ങളിൽ വന്നുപോയ വിള്ളലുകളാകാം. ഇങ്ങനെ വിവിധ വിഷയങ്ങളിൽ ആത്മഹത്യ ചെയ്യുകയാണ്. കാരണം എന്താണ്? ഹോപ്പ് നഷ്ടപ്പെട്ടു. എന്നാൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഒരിക്കലും ജീവിതം നശിപ്പിക്കുവാനായിട്ടുള്ളതല്ല, പിന്നെയോ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ നമുക്ക് ഒരു പുതിയ ജീവിതം ലഭിക്കുകയാണ്, ഒരു പുതിയ പ്രത്യാശ നമുക്ക് ലഭിക്കുകയാണ്. ഇത് വലിയ ദൈവശക്തിയാണ്. ദ പവർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വലിയ ശക്തിയാണ്. ഇതിനേക്കാളും വലിയൊരു ശക്തി നമുക്ക് കാണുവാനായിട്ടില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ ശക്തിയാണ്. അതോടൊപ്പം തന്നെ ഇത് ഒരു വർഷിപ്പാണ്, ഇതൊരു ആരാധനയാണ്, ഇതൊരു വലിയ ആരാധനയാണ്. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും, ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്ര. അതുകൊണ്ട് സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന ആരാധനയുടെ അനുഭവമാണ്. ഞാനൊരു ദൃഷ്ടാന്തം കൂടി ഞാൻ ഓർപ്പിക്കട്ടെ. പാരീസിലെ ഒരു തെരുവിലൂടെ 3 ചെറുപ്പക്കാർ നടന്നു പോവുകയാണ്. ഒരു ദുഃഖവെള്ളിയാഴ്ച ദിവസം ദേവാലയത്തിൽ ആരാധന നടക്കുന്ന സമയം അവർ അങ്ങനെ പരസ്പരം പറഞ്ഞു, യേശു ഇന്നെന്ന പോലെ ഒരു ദിവസമാണ് കുരിശിൽ മരിച്ചത്. അതുകൊണ്ട് എനിക്കൊരു ചുക്കും സംഭവിപ്പാനില്ല. ഞാൻ പള്ളിയിൽ പോകുന്നില്ല, എനിക്കൊരു ചുക്കും സംഭവിപ്പാനില്ല. അത് കഴിഞ്ഞ് അവർ വാശിയോടെ ദേവാലയത്തിനകത്ത് വന്ന് പുരോഹിതൻ്റെ അടുത്ത് ഇത് പറഞ്ഞു. പുരോഹിതൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ യേശുവിൻ്റെ ക്രൂശീകരണം കൊണ്ട് ഒരു ചുക്കും സംഭവിപ്പാനില്ല. അപ്പോൾ ആ പുരോഹിതൻ പറഞ്ഞു, നിങ്ങൾ ശാന്തമായി നിന്ന് 2-3 പ്രാവശ്യം 2-3 നിമിഷങ്ങൾ ശാന്തമായി നിന്ന് ഇത് ഉരുവിടുവാനായിട്ട് ശ്രമിക്കുന്നവർ. കുറച്ച് സമയം കഴിഞ്ഞ് ആ പുരോഹിതൻ കേട്ടത് ആ യുവാക്കളുടെ തേങ്ങലുകളാണ്. കാരണം കുരിശ് അവരുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത മാറ്റം വരുത്തി. കർത്താവിൻ്റെ കാൽവരി ക്രൂശ് അവരുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തി. അവർ തേങ്ങിക്കരയാനായിട്ട് തുടങ്ങി. ആ ചെറുപ്പക്കാർ തേങ്ങിക്കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദേവാലയത്തെ അശുദ്ധമാക്കുകയും കുരിശിനെ തൃണവൽക്കണിക്കുകയും കുരിശ് മുഖാന്തരം നശിച്ചു പോകുവാനായിട്ട് ഒരുക്കപ്പെടുന്ന ധാരാളം ആളുകളുടെ ജീവിതത്തിൽ കുരിശ് പ്രത്യാശയും ജീവനും പ്രസംഗിക്കുന്നു എന്നുള്ളത് നാം പ്രത്യേകം ഓർക്കണം. ക്രൂശ് ജീവനെയാണ് പ്രസംഗിക്കുന്നത്. ജീവനുള്ളവരാണ് കുരിശിനെ പ്രസംഗിക്കുന്നത്. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരും യേശുവിനെ നമസ്കരിക്കുന്നില്ല. ക്രൂശ് അതുകൊണ്ട് ജീവൻ പ്രസംഗിക്കുകയാണ്. നമ്മൾ ഏവൻഗേലിയൻ വായിക്കുന്ന സമയത്ത്
നമ്മുടെ കൂദാശകളിൽ നിർണായകമായിട്ടുള്ള ഒരു വായനയാണ് എന്ത്? ഏവൻഗേലിയോൻ വായന. കാരണം അത് യേശു പ്രവർത്തിച്ചതും യേശു ചെയ്തതും യേശു പറഞ്ഞതുമായ കാര്യം നമ്മൾ വായിച്ച് കേൾക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യുകയാണ്? ഇരിക്കുവാണോ എഴുന്നേക്കുവാണോ? പറയണം. നമ്മൾ എഴുന്നേൽക്കുകയാണ്. എന്താ കാര്യം? കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞ കാര്യം ഇപ്പോഴൊരു പഴങ്കഥയല്ല, പിന്നെയോ ജീവിക്കുന്ന രാജാവ്, ജീവിക്കുന്ന കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ ആ കൽപ്പന ഇന്ന് നമ്മളോട് പറയുകയാണ്. ജീസസ് ക്രൈസ്റ്റ് ജീവിക്കുന്ന ദൈവമാണ്. ആ ജീവിക്കുന്ന ദൈവത്തിൻ്റെ, ആ മഹാരാജാവിൻ്റെ കൽപ്പന ഇന്ന് നമ്മളോട് പറയുകയാണ്. മരിച്ചുപോയ ആളിൻ്റെ പഴങ്കഥയല്ല. അതുകൊണ്ട് ആ രാജാവിൻ്റെ കൽപ്പന, ജീവനുള്ളവൻ്റെ കൽപ്പന വായിച്ച് കേൾക്കുവാൻ വേണ്ടി നമ്മൾ ഭവ്യതയോടെ എല്ലാ ശുശ്രൂഷകളിലും നമ്മൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. മരണ വീട്ടിൽ യേശു പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കാര്യം മരണസമയത്ത് ഏവൻഗേലിയോൻ വായിക്കും, മരണ ശുശ്രൂഷ സമയത്ത്. കല്യാണ വീട്ടിൽ യേശു പറഞ്ഞത് കല്യാണ സമയത്ത് ഏവൻഗേലിയോൻ വായിച്ച് കേൾക്കും. അതുപോലെ തന്നെ മാമോദിസായെ സംബന്ധിച്ചുള്ള ഭാഗം നമ്മൾ വായിച്ച് കേൾക്കും. അപ്പോൾ നമ്മൾ ഭവ്യതയോടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. കാരണം ഇത് ജീവനാണ് പ്രസംഗിക്കുന്നത്. അതിനു മുമ്പ് റൂഷ്മ വരയ്ക്കും പറയും, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. കുരിശ് ജീവനെ പ്രസംഗിക്കുകയാണ് എന്നുള്ളത് ഓർക്കണം. മറ്റൊരു കാര്യം ഓർപ്പിക്കാനായിട്ടുള്ളത്, ക്രൂശ് മരണത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ആമേൻ, പ്രൈസ് ലോർഡ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാരിക്കൻ രാജ്യങ്ങളിലും ഇറാഖിലും പാകിസ്ഥാനിലും വിവിധ രാജ്യങ്ങളിൽ ഈ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നൈജീരിയ എന്ന് പറയുന്ന സ്ഥലത്ത് ദിനംതോറും ക്രിസ്ത്യാനികൾ ഇന്ന് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കോഴി അറുക്കുന്നത് പോലെ അറുക്കപ്പെട്ട രക്തസാക്ഷികളുടെ എണ്ണം അവിടെയൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 430 ലക്ഷം ആളുകളുടെ എണ്ണത്തിലേക്ക് ഇതുപോലെയുള്ള ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 1998 വടക്കേ ഇന്ത്യയിൽ ശുശ്രൂഷയ്ക്ക് ഞങ്ങൾ പോകുന്ന സമയത്ത് അവിടെ ജാംഷഡ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ വർക്ക് ചെയ്യാൻ പോയത്. ഇന്ന് ആ ജാംഷഡ്പൂർ എന്ന് പറയുന്നത് ഇന്ന് ജാർഖണ്ഡ് സംസ്ഥാനമാണ്, അന്ന് ബീഹാറാണ്. അപ്പോൾ അവിടെ വാരിപ്പാട എന്ന് പറയുന്ന സ്ഥലത്ത് ഗ്രഹാം സ്റ്റേൻസിനെ കൊന്ന കഥയൊക്കെ ചരിത്രമൊക്കെ ഞാൻ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവിടെ ഉണ്ടായത്. അരുൾദാസ് ജെയിംസ് അച്ഛൻ കൊല്ലപ്പെട്ടു. ഒരു കന്യാസ്ത്രീയെ പാറ്റ്നയിൽ 56 കുത്തുകുത്തിയാണ് കൊന്നത്. അങ്ങനെ കൊല്ലപ്പെടുന്ന രക്തസാക്ഷികളുടെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ ആളുകൾ പറയും, ഇനി അത്രയും പെട്ടെന്ന് ഇനി പോരെ എന്ന് പറയും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചില ദിവസങ്ങളൊക്കെ അവർ പറഞ്ഞത് ഇങ്ങനെ ഓർത്ത് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഒരു വലിയ ദൈവദാസൻ്റെ ഒരു വീക്കിലി എനിക്ക് വായിക്കാനായിട്ടുള്ളത്. ആ വീക്കിലിയിൽ രക്തസാക്ഷിയായി തീർന്ന ഒരു വിശുദ്ധനായ മനുഷ്യൻ്റെ പടവും അതിന് താഴെ എഴുതിയിട്ടുണ്ട്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രം. ആമേൻ. ഈ രക്തസാക്ഷികളായി തീരുന്ന ആളുകളെക്കുറിച്ച് നീ ഒരിക്കലും ഭാരപ്പെടുന്നില്ല. കാരണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമാണ്. കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന നാളിതുവരെ 430 ലക്ഷക്കണക്കിന് ആളുകൾ, 430 ലക്ഷം ആളുകൾ രക്തസാക്ഷികളായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സാക്ഷിയായില്ലെങ്കിലും ഒരു സാക്ഷിയായി തീരുവാൻ സാധിക്കുമോ എന്ന് ചോദിക്കുക. അതുകൊണ്ട് ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ ഫ്രൈഡേ ആയി മാറി എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അലക്സാണ്ടർ എന്ന് പറയുന്ന മഹാനായ ചക്രവർത്തി ലോകം മുഴുവൻ കീഴടക്കിയ ഒരു ചക്രവർത്തിയായിരുന്നു. അദ്ദേഹം തൻ്റെ അന്ത്യാഭിലാഷമായി പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ ശവമഞ്ചം വൈദ്യന്മാർ വേണം ചുമക്കുവാൻ. ലോകത്തിലെ ഒരു മരുന്നിനും എന്നെ ജീവനോടെ നിലനിർത്തുവാൻ സാധിക്കുന്നില്ല. വൈദ്യന്മാർ എൻ്റെ ശവമഞ്ചം ചുമക്കണം. രണ്ടാമത്, എൻ്റെ ശവപ്പെട്ടിയിൽ സ്വർണം പൂശണം. ലോകത്തിലെ എത്രമാത്രം സ്വർണത്തിൻ്റെ ഉടമയായി ഞാൻ തീർന്നെങ്കിലും അതൊന്നും ഞാൻ കൊണ്ടുപോവുകയില്ല. എന്നാൽ എൻ്റെ ശവപ്പെട്ടിയിൽ ഒരു സ്വർണം പൂശണം. മൂന്നാമത്, എൻ്റെ ഒരാഗ്രഹമാണ് എൻ്റെ കൈകളെ ശവപ്പെട്ടിയുടെ വെളിയിൽ മലർക്ക് തുറരണം. ഞാൻ ഒരുപാട് വെട്ടിപ്പിടിക്കുവാൻ ശ്രമിച്ചു, എന്നാൽ ഞാനിതൊന്നും കൊണ്ടുപോകുന്നില്ല. എളമ്പപ്പള്ളിയിൽ പ്രാർത്ഥനയ്ക്കിരിക്കുന്ന ദൈവജനമേ, ഒന്നും വെട്ടിപ്പിടിക്കുവാനോ സ്വന്തമാക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല. കർത്താവിൻ്റെ ക്രൂശല്ലാതെ നമുക്കൊന്നും പ്രശംസിപ്പാൻ ഇടവരരുത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ കുരിശിനെ എന്തുകൊണ്ട് ദുഃഖം സന്തോഷമായി മാറിയതിനെക്കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിക്കൊണ്ടിരിക്കുന്നത്. ആശങ്ക, ഭയം, നിരാശ
ഇത് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളാകുന്ന കല്ലുകളാണ്. ആശങ്ക, ഭയം, നിരാശ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളാകുന്ന കല്ലുകളാണ്. ഇവ ഉരുട്ടി മാറ്റുവാൻ ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കുന്ന ദിവസമാണ് മറ്റന്നാളത്തെ ദിവസം. അത് ഈസ്റ്ററിൻ്റെ ദിവസമാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളാകുന്ന കല്ലുകളെ ഉരുട്ടി മാറ്റുവാൻ ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കുന്ന ദിവസമാണ് ഈസ്റ്റർ. ശവശരീരത്തിൽ അർപ്പിക്കുന്ന സുഗന്ധവർഗം സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. ശവശരീരത്തിൽ അർപ്പിക്കുന്ന സുഗന്ധവർഗം അത് സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഭയപ്പെടേണ്ട, കരയേണ്ട എന്ന 2 ആശ്വാസവാക്കുകളുണ്ട്. പോകുന്നു ആ ക്രൂശ് മരണ സമയത്ത് അവിടെ നിന്ന് ഓടിപ്പോകുന്നതായിട്ടുള്ള ആളുകൾ. ഇരുട്ടും ശവകുടീരവും അവിശ്വാസത്തിൻ്റെ പ്രതീകമാണ്. ദൈവം തൻ്റെ ദൂതന്മാരെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളാകുന്ന കല്ലുകളെ ഉരുട്ടി മാറ്റുവാൻ അയക്കുന്ന ദിവസമാണ് ഈസ്റ്റർ. സൈക്കോളജിസ്റ്റ് പറയുന്നത് മനുഷ്യൻ്റെ അടിസ്ഥാന ഭയങ്ങൾ 5 എണ്ണമാണ്. പാമ്പ്ലാനി തിരുമേനിയുടെ ഒരു പുസ്തകം ഈ അടുത്ത സമയത്ത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അതാണ്. സൈക്കോളജിസ്റ്റ് പറയുന്നത് മനുഷ്യൻ്റെ അടിസ്ഥാന ഭയങ്ങൾ 5 എണ്ണമാണ്. 1, ഫിയർ ഓഫ് എക്സ്റ്റിങ്ഷൻ, മരണഭയം. മരണഭയം ഉണ്ടോ? പറയണം. മരിക്കാൻ പേടിയുണ്ടോ? നമുക്ക് ചെറിയ അസുഖം വരുമ്പോൾ എന്തിനായി പൊയ്യാനി പോകുന്നത്, അല്ലെങ്കിൽ വിജയാസി പോകുന്നത് എന്തിനാ? മരിക്കാൻ നമുക്ക് പേടിയുണ്ട്. മരണഭയം. ഇവിടെ ഇരിക്കുന്ന ആളുകൾ മരണഭയമാണ്. സമയത്ത് ആഹാരം കിട്ടിയില്ലെങ്കിൽ മരിച്ചു പോകുമോ? സമയത്ത് ഗുളിക കഴിച്ചില്ലെങ്കിൽ മരിച്ചു പോകുമോ? മരണഭയം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഫിയർ ഓഫ് എക്സ്റ്റിങ്ഷൻ. രണ്ടാമത് ഒരു മനുഷ്യൻ്റെ ഭയമാണ് ഫിയർ ഓഫ് മ്യൂട്ടിലേഷൻ, അംഗവൈകല്യ രോഗഭയം. അംഗവൈകല്യ രോഗഭയം. അംഗവൈകല്യങ്ങൾ ഉണ്ടാകുമോ, രോഗമുണ്ടാകുമോ എന്നുള്ള അംഗവൈകല്യ രോഗഭയം. മനോരമയിൽ ഇൻഷുറൻസ് ഉണ്ട്. അത് ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ, ആക്സിഡൻറ്റിൽ മരിച്ചു കഴിഞ്ഞാൽ ഇത്ര ലക്ഷം രൂപ കിട്ടും എന്നുള്ള ഒരു ഇൻഷുറൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് അംഗവൈകല്യം ഉണ്ടായാൽ ചികിത്സാ ചെലവ് വഹിക്കുന്ന ഒരു ഇൻഷുറൻസ് ഉണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത്? മനുഷ്യൻ്റെ പേടി കൊണ്ടാണ്. അതുകൊണ്ട് ഫിയർ ഓഫ് എക്സ്റ്റിങ്ഷൻ, മരണഭയം. ഫിയർ ഓഫ് മ്യൂട്ടിലേഷൻ, അംഗവൈകല്യ രോഗഭയം. മൂന്നാമത് ഫിയർ ഓഫ് ഡിഫീറ്റ്, പരാജയ ഭീതി. എന്താണ് പരാജയ ഭീതി? ഞാനൊരു ചുമതല സ്ഥാനത്തേക്ക് വരുമ്പോൾ എൻ്റെ സ്ഥാനം വേറൊരാൾ തട്ടിയെടുക്കുമോ എന്നുള്ള പേടി, അല്ലേ? ഞാൻ ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുമ്പോൾ അടുത്ത ആളിൻ്റെ ആ സ്ഥാനം ഞാൻ തട്ടിയെടുക്കുമെന്നുള്ള അടുത്ത ആളിൻ്റെ അപമാന ഭയം. അപമാനം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപമാന ഭയം. നമ്മുടെ ഈ നോമ്പ് നമസ്കാരത്തിൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് ഒരു വലിയ അത്ഭുത പ്രവർത്തിയോടുകയാണ്. ഏതാണത്? കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കി. കാരണം ആ വീട്ടുടമസ്ഥൻ വലിയ അപമാനഭാരത്താൽ പ്രയാസപ്പെടുന്നത് യേശു കണ്ടു. യേശുവിൻ്റെ അമ്മ കണ്ടു, യേശു കണ്ടു. അതുകൊണ്ട് അവിടെ പച്ചവെള്ളം വീഞ്ഞാക്കി. അപമാനഭയം. ഫിയർ ഓഫ് ലോൺലിനെസ്, ഞാൻ ഒറ്റപ്പെടുന്നെന്നുള്ള പേടി. ആ പേടിയുണ്ടോ? ദ ഫീലിംഗ് ഓഫ് ഐസൊലേഷൻ ഈസ് എ ഗ്രേറ്റ് ഡിസീസ്. ഞാൻ ഒറ്റപ്പെടുന്നെന്നുള്ള പേടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രോഗം. അതുകൊണ്ട് എന്തൊക്കെ ഞാൻ പറഞ്ഞു? 5 രീതിയിലുള്ള പേടിയാണ്. 1, മരണഭയം. അംഗവൈകല്യ രോഗഭയം. ഫിയർ ഓഫ് ഡിഫീറ്റ്, പരാജയഭീതി. ഫിയർ ഓഫ് ഹ്യൂമിലിയേഷൻ, അപമാനഭയം. ഫിയർ ഓഫ് ലോൺലിനെസ്, ഒറ്റപ്പെടലിൻ്റെ ഭയം. പത്രോസ് ഭയം കൊണ്ട് തള്ളിപ്പറഞ്ഞു. ശിഷ്യന്മാർ ഓടി ഒളിച്ചു. പീലാത്തോസ് കൈ കഴുകുകയും തൂക്കാൻ വിധിക്കുകയും ചെയ്തു. പീലാത്തോസിൻ്റെ ഭാര്യ ഭയന്ന് യേശുവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. യേശുവിൻ്റെ മരണം കണ്ട ശതാധിപൻ ഭയന്ന് അവൻ്റെ ദൈവികത ഏറ്റുപറയുന്നു. അതാണ് ഈ ഭീതിജനകമായ ജീവിതത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് ഞാൻ ഓർപ്പിച്ചത്. ക്രൂശ് ഒരു ക്ഷമയുടേതാണ്. 1995 ഫെബ്രുവരി 25-ാം തീയതി സിസ്റ്റർ റാണി മരിയ മധ്യപ്രദേശിൽ കൊല്ലപ്പെട്ടു. ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹത്തിൻ്റെ ഒരംഗമായിരുന്നു. 35 കുത്തുകൾ കുത്തിയാണ് റാണി മരിയയെ കൊന്നത്. മൂർഖനായ ഒരു കൊലയാളിയായിരുന്ന സമന്ദർ സിംഗ് ആണ് റാണി മരിയയെ കൊലപ്പെടുത്തിയത്. റാണി മരിയയുടെ സിസ്റ്റർ സെൽമി 2007 ജയിലിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് സഹോദരനായി സ്വീകരിച്ചു. 2007 ജനുവരി 13-ാം തീയതി ഈ സമന്ദർ സിംഗ് കേരളത്തിൽ വന്നു. അങ്ങനെ കേരളത്തിൽ വന്ന സമയത്ത് അന്നത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യം ഞാൻ വായിക്കാം. സിസ്റ്റർ റാണി മരിയയുടെ കൊലപാതകി സമന്ദർ സിംഗ്
റാണി മരിയായുടെ മാതാവ് എലിശയോടും പിതാവ് ഫൈലിയോടും മാപ്പ് ചോദിക്കുന്നു. മൂർഖനായ ഒരു കൊലയാളിയായിരുന്നു സമന്തർ സിംഗ്. ഓടുന്ന ബസ്സിൽ നിന്ന് പിടിച്ചിറക്കി റാണി മരിയ എന്ന കന്യാസ്ത്രീയെ അയാൾ കുത്തിക്കൊന്നു. 35 തവണ ശരീരത്തിൽ കുത്തിയിറക്കിയ സമന്തർ സിംഗ് 12 വർഷങ്ങൾക്ക് ശേഷം റാണി മരിയായുടെ മാതാപിതാക്കളെ കാണാൻ എത്തി. അപ്പോൾ അവിടെ സംഭവിച്ചത് ഞാൻ പറയട്ടെ. അച്ഛനും അമ്മയും ഇരു കരങ്ങളും സമന്തറിൻ്റെ മൂർധാവിൽ വെച്ച് അനുഗ്രഹിക്കുമ്പോൾ ബൈബിളിലെ ധൂർത്തുപുത്രനെ നേരിൽ കണ്ട അപൂർവമായ അനുഭവമായിരുന്നു അത്. ഉച്ചയൂണ് ആഹ്ലാദ നിമിഷമായിരുന്നു. ഓരോ വിഭവങ്ങളും ഹിന്ദിയിൽ പരിചയപ്പെടുത്തി സിസ്റ്റർ സെൽമി തൊട്ടടുത്ത് തന്നെ നിന്നു. സമന്തർ സിംഗ് സമന്തറിൻ്റെ കയ്യിൽ രാഗി കെട്ടി സഹോദരനായി സ്വീകരിച്ച സിസ്റ്റർ സെൽമ പറഞ്ഞു, ചേച്ചി കൊല്ലപ്പെട്ട അന്ന് തന്നെ ഞാൻ അവരോട് ക്ഷമിച്ചതാണ്. കൊലയാളികൾ ദൈവത്തിൻ്റെ ഉപകരണങ്ങൾ മാത്രമായിരുന്നുവെന്ന് എനിക്ക് ബോധ്യമായി. ആ വാക്കൊന്നുകൂടെ ശ്രദ്ധിക്കുക. കൊലയാളികൾ ദൈവത്തിൻ്റെ ഉപകരണങ്ങൾ മാത്രമായിരുന്നുവെന്ന് എനിക്ക് ബോധ്യമായി. കുറ്റകൃത്യം ചെയ്ത സമന്തർ സിംഗിനെയും അതിനയാളെ പ്രേരിപ്പിച്ചവരെയും സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുക പതിവായിരുന്നു. പ്രതികളുടെ ചിത്രങ്ങൾ പത്രത്തിൽ കണ്ടത് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുമായിരുന്നു. പിന്നീട് സമന്തർ സിംഗിനെ ജയിലിൽ പോയി കണ്ടു. രാഗി കെട്ടി സമന്തർ സിംഗിനെ എൻ്റെ സഹോദരനായി സ്വീകരിച്ചു. സഹോദരത്തിൻ്റെ ആത്മീയ ബന്ധമാണ് ഇത്. ഇവിടെ വായിച്ച് കേൾപ്പിച്ചത്. കുരിശ് ഒരു ക്ഷമയുടേതാണ്. 2005 ഏപ്രിൽ മാസത്തിൽ പത്രത്തിൽ വന്ന മറ്റൊരു വാർത്തയുണ്ട്. അലിയങ്ക എന്ന് പറയുന്ന ഒരു കൊലപാതകി മാർപ്പാപ്പ തിരുമേനിയെ വെടിവെച്ച് കൊല്ലുവാൻ ശ്രമിച്ചു. ആ മാർപ്പാപ്പ തിരുമേനിയെ വെടിവെച്ച് കൊല്ലുവാൻ ശ്രമിച്ച അലിയങ്ക എന്ന് പറയുന്ന ആ കൊലയാളി ജയിലിൽ കിടക്കുന്ന സമയത്ത് ആദ്യം മാർപ്പാപ്പ തിരുമേനി സുഖം പ്രാപിച്ച് ചെയ്തത് ആ ജയിലിലേക്ക് ചെന്നു. ആ ജയിലിലേക്ക് ചെന്ന് അലിയങ്ക എന്ന് പറയുന്ന മനുഷ്യനെ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഇറ്റലിയിലെ റബീബിയ ജയിലിൽ കാണാൻ ചെന്ന ആ മാർപ്പാപ്പ തിരുമേനി 20 മിനിറ്റോളം ആ കൊലപാതകയുടെ അടുത്ത് നിന്നു. ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ള വാക്കാണ് പറഞ്ഞത്. 1998 ഒറീസയിലെ ബാരിപ്പാട എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ മുമ്പ് ഓർപ്പിച്ചതായിട്ടുള്ള ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ 2 മക്കളും ഗ്രഹാം സ്റ്റെയിൻസും ചുട്ടിരിക്കപ്പെട്ടു. ഗ്ലാഡി സ്റ്റെയിൻസ് പറഞ്ഞ ഒരു വാചകം ഇന്ന് ലോകത്തിലെങ്ങും ഒരു കൺവെൻഷനും മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയാത്ത ഒരു വലിയ വാക്കാണ് അവിടെ ഉപയോഗിച്ചത്. ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. ലോകത്തിലൊരു കൺവെൻഷനും ഇങ്ങനെ മാനസാന്തരത്തിൻ്റെ ഒരു വാക്ക് പറയുവാൻ സാധ്യമല്ല. ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നുവെന്ന് ഗ്ലാഡി സ്റ്റെയിൻസ് പറയുകയുണ്ടായി. അതുകൊണ്ട് കുരിശ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു വലിയ മുദ്രയാണ്. അത് ജീവിതത്തിൻ്റെ പുതിയ ഒരു അടയാളമാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കണം. അത് കുരിശ്, അത് ക്ഷമയുടേതാണ് എന്നുള്ളത് ഓർക്കണം. അതുകൊണ്ടാണ് പീലാത്തോസിൻ്റെ ഭാര്യ പറഞ്ഞത്, ഈ നീതിമാൻ്റെ രക്തത്തിൽ ഞാൻ ഒരിക്കലും ഇടപെടുകയില്ല. ഇവൻ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഈ നീതിമാൻ്റെ രക്തത്തിൽ ഞാൻ ഒരിക്കലും ഇടപെടുകയില്ല. ബെസ്റ്റ് കൺഫെഷനാണ് അവിടെ നൽകുന്നത്. ക്രൂശിലെ കള്ളൻ പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ബെസ്റ്റ് സാക്ഷ്യമാണ് ക്രൂശിലെ കള്ളനിലൂടെ ലഭിക്കുന്നത്. ജീവിതം ജീവിതമായി തീരുന്നത് ദൈവത്തിലാണ്. ദൈവത്തിലൂടെയാണ് ജീവിതം ജീവിതമായി തീരുന്നത്. സെമിത്തേരികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് സെൻറ്റിമെൻ്റൽസിൻ്റെയും വിലാപത്തിൻ്റെയും ആർത്തനാദത്തിൻ്റെയും സ്ഥലമാണ് സെമിത്തേരികൾ എന്നുള്ളത്. ശോശപ്പ അപ്പൻ്റെ നെഞ്ചത്ത് അമ്മയുടെ നെഞ്ചത്ത് പല ജീവിതത്തിൽ നമ്മൾ വയ്ക്കും. ധാരാളം അനുശോചനങ്ങൾ പറയും, പ്രസംഗങ്ങൾ കൂടും. എന്നാൽ വേലിപ്പത്തലിലെ ആളുകൾ പറയുന്നതാണ് സാക്ഷ്യം. എന്താണ്? ആ ഇടാകൂടം പോയി എന്നുള്ള സാക്ഷ്യമാണ്. അനുശോചനം പല രീതിയിലാണ്, എന്നാൽ പല രീതിയിലുള്ള അനുശോചനമല്ല. നിന്റെ ജീവിതം കുരിശുകൊണ്ട് ഡൗൺവേർഡാണോ അപ്വേർഡാണോ എന്നത്തെ പകൽക്കാലം ചോദിക്കുകയാണ്. ഈസ് ഇറ്റ് ഡൗൺവേർഡ് ഓർ അപ്വേർഡ്? ക്രൂശ് മുഖാന്തരം നിന്റെ ജീവിതം വിലപ്പെട്ടതായി മാറിയോ അതോ വലുതായിട്ട് മാറിയോ എന്ന് ചോദിക്കുകയാണ്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ശിംശോൻ ഒരു ന്യായാധിപനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ ശിംശോൻ ദൈവഹിതം വ്യതിചലിക്കുകയും ശിംശോൻ്റെ ജീവിതത്തിൽ തന്നെ ഏൽപ്പിക്കപ്പെട്ടതായിട്ടുള്ള ദൗത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്തപ്പോൾ ശിംശോൻ ശപിക്കപ്പെട്ടവനായി മാറി, പരാജയപ്പെട്ടു, ബ്ലൈൻഡായിട്ട് മാറി, കെട്ടപ്പെട്ടവനായി മാറി, ദാഗോന്റെ ക്ഷേത്രത്തിൽ മാവ് പൊടിക്കുന്നവനായി മാറി,
കാരണം സ്ത്രീ വിഷയത്തിൽ താൻ പരാജയപ്പെട്ടു. അതുപോലെ തന്നെ ശബത്തിൽ നിന്ന് തേനെടുത്തു, നാസ്തിവ്രതം ലംഘിച്ചു. അതുകൊണ്ട് പഴയ നിയമത്തിൽ തന്നെ അങ്ങനെ ഒരാളിനെ നമുക്ക് കാണാൻ കഴിയും. വലിയ വീട്, ധാരാളം ജോലിക്കാർ, ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ പോയിരുന്ന വീട് ഇന്ന് പൂച്ചെടി വളർന്ന് ശാപഭവനമായി തീർന്നിരിക്കുന്നത് എത്രയോ വീടുകളിൽ, എത്രയോ സുറിയാനിക്കാരൻ്റെ ഏരിയകളിൽ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ പള്ളിയിൽ പോയി പള്ളിയുടെ മുഖ്യാസനത്തിലിരുന്നു. നമ്മുടെ പള്ളിയിലും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ പേപ്പട്ടി വെള്ളം കാണുന്ന പോലെയാണ് പള്ളിയെ കാണുന്നത്. ഒരു കാലത്ത് പള്ളിയിലെ ട്രസ്റ്റി, ഒരു കാലത്ത് പള്ളിയിലെ ചുമതലക്കാരൻ, മധുവായുടെ ശുശ്രൂഷ. ഇപ്പോൾ പള്ളിയും കുരിശും കാണുന്നത് പേപ്പട്ടി വെള്ളം കാണുന്ന പോലെയാണ്. നിന്റെ ജീവിതം വ്യതിചലിച്ചു. ഉരിയാവിൻ്റെ ഭാര്യയെ മോഹിപ്പാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നാഥാൻ പ്രവാചകൻ ദാവീദിനോട് വന്ന് പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെയാണ്. ഇന്ന് പകൽക്കാലം നുറുങ്ങുന്നതായിട്ടുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഇടപെട്ടുകൊണ്ടാണ്. ആ സ്ത്രീ നീ തന്നെയാണ്, ആ പുരുഷൻ നീ തന്നെയാണ്, ആ പിതാവ് നീ തന്നെയാണ് എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. ഈ കുരിശ് നിൻ്റെ ജീവിതത്തിൽ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഡൗൺ വേർഡാണോ അപ്പ് വേർഡാണോ എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ജീവിക്കുന്നതായിട്ടുള്ള ചുറ്റുപാടിൽ കുരിശ് മുഖാന്തരം രക്ഷപ്പെടുന്നതായിട്ടുള്ള ആളുകൾ, കുരിശ് മുഖാന്തരം നശിച്ചു പോകുന്ന ആളുകൾ ഇന്ന് ലോകത്തിലുണ്ട്. ഈലി വിസൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ പല പ്രാവശ്യം ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ഈലി വിസൽ എന്ന് പറയുന്ന ഒരു വലിയ സാഹിത്യകാരനായിരുന്നു. നോബൽ സമ്മാനം ലഭിച്ച ഒരു വലിയ സാഹിത്യകാരനായിരുന്നു. ഈ അടുത്ത സമയത്താണ് അദ്ദേഹം മരിച്ചത്. ഹിറ്റ്ലറിൻ്റെ ഓസ്വിറ്റ്സ് ക്യാമ്പിൽ ലക്ഷക്കണക്കിന് യഹൂദന്മാരെ ഗ്യാസ് ചേമ്പറുകളിൽ കൊന്ന സമയത്ത് ഒരു പൈതലായി, ഒരു ശിശുവായി അവിടെ തൻ്റെ മാതാപിതാക്കളോടൊപ്പം സഹോദരങ്ങളോടൊപ്പം കഴിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ഈലി വിസൽ. ഈ അടുത്ത സമയത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിക്കുമ്പോൾ വംശഹത്യയെ അതിജീവിച്ച ഈലി വിസൽ യാത്രയായി. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: 1928 റൊമേനിയയിലെ ചെറുപട്ടണത്തിൽ ജനിച്ച ഈലി വിസൽ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് 3 സഹോദരിമാർക്കും മാതാപിതാക്കൾക്കുമൊക്കെയാണ് ഓഫീസ് തടങ്കൽ പാളയത്തിൽ എത്തിയത്. അമ്മയും ഇളയ സഹോദരിയും ഗ്യാസ് ചേമ്പറിൽ കൊല്ലപ്പെട്ടു. പിതാവ് പട്ടിണിയും രോഗവും ബാധിച്ച് മരിച്ചു. രണ്ടാം ലോകമഹായുദ്ധ അവസാനത്തോടെ നാത്സി തടങ്കൽ പാളയത്തിൽ നിന്ന് US സൈന്യം മോചിപ്പിക്കുമ്പോൾ ഈലി വിസലിന് 16 വയസ്സ് മാത്രമാണ്. വംശഹത്യയെ അതിജീവിച്ചതായിട്ടുള്ള ഈലി വിസൽ എഴുതിയ ഒരു പുസ്തകമാണ് ദ ഡോൺ എന്ന് പറയുന്ന പുസ്തകം. അതിഭയങ്കരമായ കഷ്ടപ്പാടുകളുടെ നടുവിൽ ദൈവം ജീവിക്കുന്നുണ്ടോ? അതിഭയങ്കരമായിട്ടുള്ള കഷ്ടപ്പാടുകളുടെ നടുവിൽ ദൈവം ജീവിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ദ ഡോൺ എന്ന് പറയുന്ന പുസ്തകം, വീണ്ടും പ്രഭാതം. ജീവിതത്തിൽ ഒരു പുതിയ ഡോൺ, ഒരു പുതിയ ഉടമ്പടിയുടെയും ഒരു പുതിയ പ്രഭാതത്തിൻ്റെയും വീണ്ടും പ്രഭാതത്തിൻ്റെയും അനുഭവമായി മാറണം. അതാണ് ഈലി വിസൽ പറഞ്ഞത്. ആ കുടുംബാംഗങ്ങളെ മുഴുവൻ കൊല്ലപ്പെട്ടത് ചെറുപ്രായത്തിൽ കണ്ടു. അദ്ദേഹം നിരീശ്വരവാദിയായി മാറി. അതിനുശേഷം ഈലി വിസൽ ചിന്തിച്ചു, അതിഭയങ്കരമായ കഷ്ടപ്പാടുകളുടെ നടുവിൽ ദൈവം വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഡോൺ. ഞാൻ അനേക പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഡോൺ ഉണ്ടായിരിക്കണം, വീണ്ടും പ്രഭാതം ഉണ്ടായിരിക്കണം. സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ച ഒരു മനുഷ്യനായിരുന്നു ഈലി വിസൽ എന്ന് പറയുന്ന മനുഷ്യൻ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ പേപ്പർ കട്ടിങ്സ് ഒന്നും കളയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ മുതൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് പേപ്പർ കട്ടിങ്സ് ഉണ്ട്. ഇതൊന്നും അച്ഛനാവുമെന്നുള്ള ഉദ്ദേശത്തിൽ വെച്ചതല്ല. ചെറുപ്രായത്തിൽ അങ്ങനെ ഒരു വാസന ഉള്ളതുകൊണ്ട് കെട്ടുകണക്കിന് പുസ്തകങ്ങൾ ഞാനിങ്ങനെ വീക്കിലികൾ, എനിക്ക് പുസ്തകമൊന്നും വായിക്കാതെ തന്നെ ഇതുപോലുള്ള ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻസ് നമുക്ക് കാണാൻ കഴിയും. പീരിയോഡിക്കൽസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും. പ്രസംഗിക്കുന്നവർക്കുമെല്ലാം ഈ ചരിത്ര സംഭവങ്ങൾ വളരെ പ്രയോജനപ്പെടും. ഞാൻ ഓർപ്പിച്ചത്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കുരിശ് ഒരു ഉയർച്ചയുടേതാണോ താഴ്ചയുടേതാണോ? ഈസ് ഇറ്റ് ഡൗൺവേർഡ് ഓർ അപ്വേർഡ്? എളമ്പപ്പള്ളിയിൽ പ്രാർത്ഥനയ്ക്കിരിക്കുന്ന ദൈവജനമേ, എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ഈ കുരിശ് ഡൗൺവേർഡാണോ അപ്വേർഡാണോ? ഇടയ്ക്ക് ഞാൻ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും മനസ്സിൽ തട്ടി എന്നാണ് കരുതുന്നത്. ചില ഹൃദയങ്ങളെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വന്നു കാണും. ഒരു കാലത്ത് ശുശ്രൂഷയിൽ വീറോടെ നിന്ന ആളുകൾ, ഒരു കാലത്ത് പള്ളിയുടെ കൈസ്ഥാന സമിതിയിൽ വീറോടെ നിന്ന ആളുകൾ, പള്ളിയുടെ പണിയിലും മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും വീറോടെ നിന്ന ആളുകൾ ഇന്ന് ദേവാലയത്തിൽ വരാത്ത ആളുകൾ ചിലരെങ്കിലും കണ്ടേക്കാം. കുരിശ് കാണുമ്പോൾ പേപ്പട്ടി കാണുന്നത് പോലെ, ദേവാലയം കാണുമ്പോൾ പേപ്പട്ടി കാണുന്ന പോലെ പോകുന്നവർ കണ്ടേക്കാം. എന്നാൽ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും യേശുവിൻ്റെ അടുത്ത് വരുവിൻ. ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്, ഇതൊരു അഭയ കേന്ദ്രമാണ്, ഇതൊരു രൂപാന്തരത്തിൻ്റെ കേന്ദ്രമാണ്, ഇത് സമാധാനത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. നമ്മൾ വായിച്ച 2 വാക്യങ്ങളാണ് വായിച്ചത്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. നമ്മുടെ എല്ലാവരുടെയും പ്രശംസയും ജീവനും കർത്താവിൻ്റെ ക്രൂശിലൂടെ ആയിരിക്കാൻ നമുക്കൊരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം.
ദൈവവചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ.